സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം ബോർഡിന്റെ മുൻകാല ഭരണത്തിലെ വീഴ്ചകൾ ഒന്നൊന്നായി പുറത്തേക്ക് വരുന്നതിനിടെ ഇക്കാര്യത്തിൽ പത്തനംതിട്ട CPIM-ലും ഭിന്നത. മുൻ ദേവസ്വം ബോർഡിന് വീഴ്ച പറ്റിയെന്ന CPIM നേതാവ് അനന്തഗോപന്റെ വിമർശനത്തിനെതിരെ A. പത്മകുമാർ രംഗത്തു വന്നു. ഞാൻ പ്രസിഡന്റായിരുന്ന് എന്റെ ഭാഗത്ത് ശബരിമല ആചാരത്തിന് വിരുദ്ധമായിട്ടോ നിയമത്തിന് വിരുദ്ധമായിട്ടോ എന്തെങ്കിലും ഞങ്ങളുടെയൊക്കെ കാലത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പരിശോധിക്കണം. ഞാൻ ചുമതല ഏറ്റെടുക്കുമ്പം ആ സ്വർണം മുഴുവൻ പോയി നിൽക്കുന്ന ചെമ്പുപാളിയാണ്. ചെമ്പുപാളിയാണല്ലോ യഥാർത്ഥത്തിൽ. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇതുവരെ വിദേശയാത്ര നടത്തിയിട്ടില്ലല്ലോ. ഞാൻ നടത്തിയിട്ടില്ലല്ലോ. വേറെ ചില പ്രസിഡന്റുമാർ വിദേശയാത്ര നടത്തിയില്ലേ? ആരുടെ കെയർ ഓഫിലാണ് വിദേശയാത്ര നടത്തിയത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വിദേശയാത്ര നടത്തിയത്? അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ പരിശോധിക്കുമ്പോൾ ഇതെല്ലാം പരിശോധിക്കണം. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു. പ്രവീൺ, ഗുഡ് ഈവനിംഗ്. ആർക്കാണ് തെറ്റിയതെന്നാണ് ഇപ്പോൾ CPIM-ൽ ചർച്ച? തീരുമാനമായോ? ഗുഡ് ഈവനിംഗ് സുജയ. ഇന്നലെയാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. അനന്തഗോപൻ ഒരു പ്രസ്താവന നടത്തിയത്. അതായത് മാനുവൽ ലംഘിച്ചുകൊണ്ട് 2019 ദ്വാരപാലക ശില്പങ്ങൾ അവിടെ നിന്നും അറ്റകുറ്റപ്പണിക്കായി ശബരിമലയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോയി എന്നുള്ളതായിരുന്നു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. അനന്തഗോപൻ പറഞ്ഞത്. അത് കൃത്യമായും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള അദ്ദേഹത്തിനെതിരെയുള്ളൊരു വിമർശനം തന്നെയാണ്. അതാണ് ഇപ്പോൾ ഈ മുൻ രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ തമ്മിലുള്ള തർക്കത്തിലേക്ക് പോകുന്നത്. ഇവർ രണ്ടുപേരും CPIM-ന്റെ പത്തനംതിട്ടയിലെ നേതാക്കളാണ്. K. അനന്തഗോപനായാലും A. പത്മകുമാർ ആയാലും ഇവർ രണ്ടുപേരും CPIM നേതാക്കൾ തന്നെയാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ കൂടിയാണ്. അതിനാണ് ഇന്ന് A. പത്മകുമാർ മറുപടി നൽകിയത്. അതായത് താൻ ഏതെങ്കിലും നിയമങ്ങൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിലൂടെ അത് തെളിയിക്കട്ടെ എന്ന് പറയുന്നു. തൻ്റെ കാലത്ത് ഒരു നിയമവിരുദ്ധമായിട്ട് ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നിപ്പോഴും A. പത്മകുമാർ ആവർത്തിച്ച് പറയുകയാണ്. അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ മാനുവൽ ലംഘിച്ചു എന്ന് ചിലർ പറയുമ്പോൾ മുൻകാലങ്ങളിൽ മാനുവൽ ലംഘിച്ച കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് കൂടി. അതാണ് കാര്യങ്ങളൊക്കെ പരിശോധിക്കണം, എന്നാൽ മാത്രമേ ആരാണ് കുറ്റക്കാരെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. താങ്ക് യു പ്രവീൺ പുരുഷോത്തമൻ.